അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ. നീ ആരെയാടായി പേടിപ്പിക്കുന്ന എന്നെ? കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സാന്റയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം. ഗബ്രിയേലിന്റെ ദർശന സാവല്യം സർവലോകർക്കും നന്മകളേകും കാരുണ്യം. കേട്ടു കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും. അകലെന്ന് കണ്ടപ്പോ എന്താ തോന്നിയേ? ബസ് തെറ്റി ഇറങ്ങിയതാ. ബസ് തെറ്റി ഇറങ്ങിയതാണോ? അപ്പൊ ഒരു ഭാഗ്യായില്ലേ? തൃശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് സാന്റ എവിടെ എത്തിയിരിക്കണെന്ന് അറിയാമോ? നമ്മുടെ കിടങ്ങൂരാണ്. കിടങ്ങൂർ നിവാസികൾ നമ്മളെ കാത്തു നിൽക്കുകയാണ്. കളികളും ചിരികളുമായി സാന്റ വരുന്നതും കാത്ത് കുറേ നേരമായി അവർ കാത്തിരിക്കുന്നു. ഹലോ, ഹാപ്പി ക്രിസ്മസ്! ഹാപ്പി ക്രിസ്മസ്! മെരി ക്രിസ്മസ്! എല്ലാവരും കണ്ടോ, ചിരിച്ചും കളിച്ചും ഒക്കെ ആയി സാന്റാനെ കാത്തിരിക്കുകയാണ്. സന്തോഷായോ? സന്തോഷായി. ഇവിടെ വരെയായി ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അരുൺ. എന്താ ചെയ്യണേ? നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു. എൻ്റെ പേര് രുക്മണി. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. പിന്നെ ഇപ്പോൾ സോഷ്യൽ വർക്കും ഇതൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഒരു ക്രിസ്മസ് ആൽബം സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ ആ ലൊക്കേഷനിൽ നിന്ന്. അത് ഇപ്പം ഇന്നലെ റിലീസായി. തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ പതിന് വന്നിരിക്കുന്നു. സാന്റാനെ വെച്ചിട്ട് ആൽബം തയ്യാറാക്കിക്കോളൂ. ശരി, ഞങ്ങൾ ശരിയാക്കാം. ഈ ആൽബം ഞങ്ങൾ സാന്റ വെച്ചിട്ട് ശരിയാക്കും, ഉറപ്പ്, 100%. മിനി വീട്ടമ്മയാണ്. ഷിമ്യ ഹൗസ് വൈഫ്. എന്താ പേര്? സാൻവിക. വിംഷ ഹൗസ് വൈഫാണ്. ഹാപ്പി ക്രിസ്മസ്! പേര്? കമലു. തൊപ്പിക്കുണ്ട്, സാന്റാനെ പോലെ തൊപ്പിക്കുണ്ട്. ഇവിടെ ഒരാള് നിപ്പുണ്ട്. എന്താ പേര്? അജയ്. എന്താ ചെയ്യണേ? ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് ഇവിടെ. ആരോഗ്യം നോക്കുന്ന ആളാണ്. എൻ്റെ പേര് നന്ദന, ഞാൻ ഹൗസ് വൈഫാണ്. ഇന്ദുജ ഹൗസ് വൈഫാണ്. ശ്രീകുട്ടി പഠിക്കുക. ധനിത പഠിക്കുക. റിട്ടയർഡ് അധ്യാപികയാണ്, കവയത്രിയാണെന്ന് പറയാം. ബേബി ഹൗസ് വൈഫ്. ഐതിഹ്യ എൻസമറിയാം. കണ്ടോ, സാന്റാനെ പോലെ തന്നെ കണ്ടോ, എല്ലാവരും സന്തോഷത്തിലല്ലേ? അപ്പോ ഇവര് ചെറിയ ആൾക്കാരൊന്നുമല്ല. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇവര് വിളിച്ചു. സാന്റാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഓടിയെത്താനുണ്ട്. പക്ഷെ സാന്റയ്ക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിലും സമയം ഉണ്ടാക്കി സാന്റ കുന്നംകുളത്ത് വരെ, മരത്തങ്കോട് വരെ ഓടിയെത്തിയപ്പോ സാന്റയ്ക്ക് എന്താണ് ഇവര് തരാനിരിക്കണെന്ന് നോക്കട്ടെ. ആരാ ഇതിലൊരു പാട്ട് പാടി തരണേ? കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മലകമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മലകമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥൻ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ നല്ല നാഥൻ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഡാൻസ് ഒക്കെ ഉണ്ടോ ഇപ്പോ? ഡാൻസ് ഉണ്ട്. എങ്ങനെ അറിഞ്ഞു എന്നാണല്ലേ? സാന്റ വന്നപ്പോ അറിഞ്ഞു, ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു ഏറ്റവും നല്ല നർത്തകിയാന്ന് പറഞ്ഞു. ഏറ്റവും നല്ലതൊന്നല്ല, വയസ്സായി കഴിഞ്ഞ ഒരു ടൈം പാസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ബെസ്റ്റ് പേര് കേട്ട നർത്തകിയൊന്നും അല്ല. എന്തായാലും നന്നായി വരട്ടെ. അപ്പോ ടീച്ചറെ ഒരു പാട്ട്. പാട്ടല്ല, കവിതയാണ്. എൻ്റെ തന്നെ കവിതയാണ്. ഞാൻ മാധവി ടീച്ചർ ചാത്തനകത്ത്. ധന്യാം കന്യാമാതാവേ, കന്യാമാതാവേ കാത്തുകൊള്ളേണമേ, കനിവിൻ നിറവേ വരമേ ഗണേ. ദൈവമാതാവേ അകതാരിൽ കനിവോടെ കരതാരിൽ ചേർത്തു നടത്തീണേ. അമ്മേ നിൻ
കൃപയെന്നും ഞങ്ങൾക്കനുഗ്രഹമേകുവാൻ നീ ദയ കാട്ടേണമേ. കന്യാമറിയമേ നിൻ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കു സ്ഥാനമൊന്നുകിടണേ. അപ്പോ 2 ടീച്ചർമാരും മോശമല്ല, ഡാൻസും കളിക്കും പാട്ടും പാടും. 2 പേർക്കും എന്താ ഒരു സമ്മാനം തരികയാണ്. പള്ളിക്കുളം റോഡിലുള്ള മനിക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു മനോഹരമായ നിമിഷത്തിൽ മനോഹരമായ ഒരു സന്തോഷം ഞങ്ങൾ തരികയാണ്. സന്തോഷമായോ? സന്തോഷമായി, വളരെ വളരെ സന്തോഷം. ഇങ്ങനെ പ്രതീക്ഷിച്ചോ? പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സാന്റയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഓടി വന്നത്. പല സ്ഥലങ്ങളിലൂടെയും ഇങ്ങനെ നടക്കുകയായിരുന്നു സാന്റ. ഓടി ഇവിടെ വരെ വന്നത് എല്ലാരും കാണാനാണ്. വർഷത്തിന്റെ എൻഡാണ്, ഇനിയിപ്പോ ഹാപ്പി ന്യൂ ഇയർ വരാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നല്ല സന്തോഷം ഒക്കെ ആവട്ടെ. ടീച്ചർ ഒരു കവിത പാടിയിരിക്കുകയാണ്. ആ ടീച്ചർക്ക് തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു മധുരം അങ്ങോട്ട് തരികയാണ്. ടീച്ചറെ സന്തോഷമായോ? നന്ദി, സന്തോഷമായി. ഹാപ്പി ന്യൂ ഇയർ, മെറി ക്രിസ്മസ്. പാട്ട് പാടിക്കോ. കണ്ണാടിസം കൂടെ ഇല്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിധാരാമീൻ കളി മാറത്തണ്ടല്ലോരം. കൈയടിച്ചേ നന്നായിട്ടുണ്ട് കേട്ടോ. സാന്റ എന്താ സാന്റ തരാ? സാന്റ ഒരു മധുരം തരാം. സന്തോഷായോ? വേറൊരാള് ഇവിടെ വേറൊരു കലാപരിപാടിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ അജേട്ടനാണ്. അജേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ എങ്ങനെയാ തുടങ്ങുമല്ലേ? എന്താണ് കലാപരിപാടി സാന്റാക്കി തരുന്നത്? ഞാൻ പ്രധാനമായിട്ടും ആക്ടറാണ്. ടെലിഫിലിംസ് അതുപോലെ വലിയ സിനിമാറ്റിക് ഡ്രാമാസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ന്യൂസ് ആങ്കറാണ്. ഇതൊക്കെയാണ് പ്രധാന ഇഷ്ടമുള്ള പരിപാടി. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ്. കലാപകാരിയാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പറ്റുന്ന ഇപ്പോൾ ഒഫീഷ്യലാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ഒഴിവുകളിലൊക്കെ ചെയ്യാറുണ്ട്. നമുക്കൊരു പാഷനാണുള്ളത്. ഇപ്പോ സാന്റാക്ക് എന്താണ് തരാൻ പോകുന്നത്? ഞാൻ വെറുതെ ഒന്നൊരു അനുകരണം ശ്രമിക്കാം. ശബ്ദം കുറച്ച് അടഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഈ അടുത്ത് ട്രെൻഡിങ് ആയ ഒരു ഇതായിരുന്നു തുടരും എന്നുള്ളതിൽ ജോർജ് സാറ്. അപ്പോൾ ഞാനത് എല്ലാവരും ഡബ് സ്മാഷാണ് ചെയ്തിരുന്നത്. ഞാനത് വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ച് ചെയ്തിരുന്നു. അത് ഭയങ്കര വൈറലായി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഇപ്പോൾ സൗണ്ട് അടഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും വേണ്ടി ശ്രമിക്കാം. 36 വർഷമായടാ പെൻസ് ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ഈ ജോർജ് സാറ് പറയ ജോർജ് സാർ തന്നെയാടാ. നീ ആരെയാടായി പേടിപ്പിക്കുന്നത്? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? നീ ജോർജ് സാറെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. വേറെ ഇനി എന്തെങ്കിലും? ഇല്ല, ഞാനിപ്പോൾ ഡബ് ഇങ്ങനെ വോയിസ് മോഡുലേഷൻ വെച്ചിട്ട് ഒരു ഇത് ചെയ്യാം. അത് പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗാണ്. അതെനിക്ക് മലയാള സിനിമയിൽ ഇന്നവരെ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗാണ്. അതിൻ്റെ ജസ്റ്റ് സൗണ്ട് മോഡുലേഷൻ മാത്രം, അല്ലാതെ പൃഥ്വിരാജിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീ ദ ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷേ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. വളരെ മനോഹരം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കട്ടോ. അപ്പോൾ സന്തോഷമായി സാന്റാക്ക്, ഒരുപാട് സന്തോഷമായി. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇനിയും മുന്നോട്ട് പോകണം, വെറുതെ അങ്ങോട്ട് വിടണില്ല. മനിക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു മനോഹര നിമിഷത്തിൽ മനോഹരമായ ഒരു മധുരമാണ് തരുന്നത്. സന്തോഷമായോ? ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ടീം. താങ്ക് യു. അപ്പൊ ഇനി സാന്റാക്ക് ഇനി നൃത്തമാണ് കാണാൻ പോണത്. ഞാൻ അവിടെ ഇരിക്കുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പോവുകയാണ്.
സാന്റായിൽ ഇങ്ങനെ കണ്ടില്ലേ, പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കണല്ലേ, നല്ല ഡാൻസുകളും പാട്ടുകളൊക്കെ ആയി ഇവർ നമ്മൾ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഒരു പാട്ടാണ്. പാട്ട് പാടുന്നത് ആരാ? പേരെന്താ? പത്മിനി ചേച്ചിയാണ് പാട്ട് പാടുന്നത്. അപ്പൊ എല്ലാവരും കൈയടിച്ചേ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ. വിജ്ഞാനദീപം നിറകതീർത്തുകാൻ. കാരുണ്യ സിന്ധോ തുണയ്ക്കണേ ദേവ. നല്ല പാട്ടാണ്. അടുത്ത നമുക്കൊരു ഡാൻസ് ആണ്. ഡാൻസ് കണ്ട് നമുക്ക് ആസ്വദിക്കാം. അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടോടെ കേൾക്കാം അല്ലേ? ഇസ്രായേൽ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവമേകിടുന്നു ദൈവം. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിയിടണേ. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിയിടണേ. ഇനി ഇവിടെ ഒരാളും കൂടെ ഒരു പാട്ട് പാടണമെന്നാ പറഞ്ഞേ. ധനുമാസത്തിലെ തിരുവതിരനാൾ വിനായിതന്നുടെ ഗണക്ഷണമെല്ലാം ഇതിനു മുൻപായിട്ടുണർന്നു ചേക്കുഴി. കിഴക്കും കൂവുമ്പോൾ ഉണർന്നു വെണ്ണുങ്ങൾ പുറത്തു വന്നുള്ള കളിമൊഴിമരിൽ ചിലരെ ചൊല്ലിടാം ധരിച്ചിടേണമേ. അപ്പൊ ഒത്തിരി സന്തോഷമായി. എന്തായാലും സാന്റ വെറും കൈയോടൊന്നും പോകുന്നില്ല. എനിക്ക് നല്ല പാട്ട് രണ്ടുപേരും പാടി തന്നു. സമ്മാനം വന്നിട്ടുണ്ട്. പള്ളിക്കുളം റോഡിലുള്ള മനിക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന മധുരമാർന്ന ഒരു മധുരമാണ്. രണ്ട് അമ്മാമ്മ പിടിച്ചോളൂ. രണ്ടുപേർക്കും കൂടെ സന്തോഷായോ? സന്തോഷായി. ക്രിസ്മസിന്റെ കാലം കാത്തിരിക്കുകയാണ്. എങ്ങനെ വീട്ടിലൊരുക്കങ്ങളൊക്കെ ആയോ? ഉഷാറാണോ? ഉഷാറല്ലേ? ഉഷാറാണ്. അപ്പോ എവിടം വരെ എല്ലാവർക്കും നല്ല ഒരു മനോഹരമായൊരു പുതുവർഷവും ഒരു ക്രിസ്മസും ഞങ്ങൾ നേരുകയാണ്.
ഈ വർഷം ഉഷാറാവട്ടെ. മേരി ക്രിസ്മസ്. ഹാപ്പി ഹാപ്പി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. സാന്റ ഇവിടെ നിന്ന് തൽക്കാലം വേറൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഒഴിവുണ്ടെങ്കിൽ, അതായത് പല സ്ഥലങ്ങളിലൂടെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അതുവഴിയൊക്കെ വിളിക്കുന്ന ആളുകളുടെ ഭാവങ്ങളിലൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടി വരാം. കുന്നംകുളത്തിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ദാ ഇങ്ങോട്ട് ഓടി വന്നത്. ഇവർ നിറയെ സമ്മാനങ്ങളൊക്കെ ആയി നമ്മളെ സ്വീകരിച്ചു. സമ്മാനം എന്ന് പറയുന്നത് കലാസമ്മാനമാണ്. നല്ല ഡാൻസുകാരൊക്കെ ഉണ്ട്. ദാ നമ്മളൊക്കെ നല്ല ഡാൻസുകാരാണ്. സാന്റയ്ക്ക് ഒത്തിരി ഇഷ്ടമായി, സന്തോഷമായി. അടുത്ത വർഷം വരണോ? തീർച്ചയായും വരണോ? അപ്പൊ നല്ല ഇത് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം കൂടി ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ എല്ലാ ഇതും വിഭവങ്ങളും വിളമ്പി തന്ന സാന്റയ്ക്കും എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. അപ്പൊ നമ്മളെല്ലാം അടിച്ച് പൊളിക്കാൻ പോവാണ് കേട്ടോ. ഫൺ വിത്ത് സാന്റ കുന്നംകുളത്താണ് എത്തിയിരിക്കുന്നത്. കുന്നംകുളത്ത് കണ്ടില്ലേ, ബസ് സ്റ്റാൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. സാന്റാനെ കാണാനായിട്ട് ഒരുപാട് പേര്